കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ബെഡ് വെറ്റിംഗ് അഥവാ കിടക്കയിൽ മൂത്രമൊഴിക്കുക. ഇത് സാധാരണയായി കാണപ്പെടുന്നത് 3 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലാണ്. എന്നാൽ എല്ലാ പ്രായക്കാരിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് പൂർണ്ണ വളർച്ച എത്താത്ത നാഡീവ്യൂഹമാണ് കുട്ടികളിലുള്ളത്. അതുകൊണ്ട് തന്നെ മൂത്രാശയം നിറഞ്ഞത് കുട്ടികൾ അറിയാതെ പോകുന്നു. ഇത് ബെഡ് വെറ്റിങ്ങിന് കാരണമാകും. അതുപോലെ തന്നെ ചിലർക്ക് ചെറിയ മൂത്രാശയമാണ് ഉള്ളത്. ഈ ചെറിയ മൂത്രാശയത്തിന് രാത്രി മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തെ സൂക്ഷിക്കാനുള്ള കഴിവുണ്ടാകുകയില്ല. അതും ബെഡ് വെറ്റിങ്ങിന് കാരണമാകാം. ചില അസുഖങ്ങൾ ബെഡ് വെറ്റിങ്ങിന് കാരണമാകാം. അതായത് മൂത്രനാളിയിലെ അണുബാധ, മലബന്ധം, പ്രമേഹം, സിക്കിൾ സെൽ അനീമിയ, അപസ്മാരം ഇവയെല്ലാം ബെഡ് വെറ്റിങ്ങിന് കാരണമാകാം. അതുപോലെ തന്നെ ജനിതക കാരണങ്ങളും ഉണ്ടാകാം. രാത്രിയിൽ പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കരുത്. 6 മണിക്ക് ശേഷം ഇവർക്ക് വെള്ളമോ ജ്യൂസോ ഒന്നും കൊടുക്കരുത്. രാത്രി ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ എടുത്ത് മൂത്രമൊഴിപ്പിക്കുന്നത് നല്ലതാണ്. വളരെ ലളിതമായ വീട്ടുമരുന്നുകൾ കൊണ്ട് നമുക്ക് കുട്ടികളുടെ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ശീലം മാറ്റാൻ കഴിയും. ശർക്കര എല്ലാ ദിവസവും രാവിലെ അല്പം ശർക്കര ചൂടുവെള്ളത്തിൽ ചേർത്ത് നൽകുക. 1 മണിക്കൂറിന് ശേഷം സെലറിയും എള്ളും തുല്യ അളവിൽ വേവിച്ച് കല്ലുപ്പ് ചേർത്ത് നൽകുക. 2 മാസം ഇങ്ങനെ ചെയ്യുക. കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് തടയാം. കടുക് 1/2 ടീസ്പൂൺ കടുകിനെ ഉണക്കി പൊടിച്ചെടുക്കണം. ഇതിനെ നമുക്ക് ചൂടുവെള്ളത്തിൽ കലക്കാം. കിടക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് ഇത് കുട്ടിക്ക് കുടിക്കാൻ നൽകുക. മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് കടുക് നല്ല ആശ്വാസം നൽകും. പകൽ സമയം കഴിക്കാനും കയ്യിൽ കടുക് കൊടുക്കാവുന്നതാണ്. ക്രാൻബെറി ജ്യൂസ് ഇത് വൃക്ക, മൂത്രാശയം, മൂത്രനാളി എന്നിവയുടെ പ്രവർത്തനത്തിന് മികച്ചതാണ്. അതുകൊണ്ട് തന്നെ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നതിനും ഇത് പരിഹാരം നൽകും. കിടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലുള്ള പാനീയങ്ങളും നൽകരുത്. എന്നാൽ ക്രാൻബെറി ജ്യൂസ് നൽകാൻ നിർദ്ദേശിക്കാറുണ്ട്. ഏതാനും മാസം ഇത് തുടർച്ചയായി നൽകണം. നെല്ലിക്ക നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഔഷധമായി ഉപയോഗിക്കാം. 1 ടീസ്പൂൺ നെല്ലിക്ക പൊടിയിൽ ആവശ്യാനുസരണം കുരുമുളക് പൊടി ചേർത്ത് കിടക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് നൽകുക. കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് നിർത്താൻ ഇത് സഹായിക്കും. ഇതിനു പുറമെ നെല്ലിക്ക പൊടി, ജീരകം ഇവ ഒരേ അളവിൽ ചേർത്ത് അതിലോട്ട് പഞ്ചസാര കൂടെ ചേർത്തിളക്കാം. ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ഈ മിശ്രിതം ദിവസം 2 നേരം വീതം കുട്ടികൾക്ക് നൽകുക. കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന സ്വഭാവം കുറയാൻ ഇത് സഹായിക്കും. കുറഞ്ഞത് 2 മാസമെങ്കിലും ഇങ്ങനെ തുടർച്ചയായി നൽകണം. അടുത്തതായി നമുക്ക് 2 നെല്ലിക്ക എടുക്കാം. ഇതിന്റെ സീഡ് എടുത്ത് കളയണം. അതിനുശേഷം നമുക്ക് ഇതിനെ ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേൻ, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ദിവസവും രാവിലെ 1 ടേബിൾ സ്പൂൺ വീതം ഈ മിക്സ്ചർ കുട്ടികൾക്ക് കൊടുക്കാം. കറുവപ്പട്ട നിങ്ങളുടെ കുട്ടിക്ക് കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഇത് നന്നായി കടിച്ച് ഇതിന്റെ ജ്യൂസ് ഇറക്കാൻ പറയണം. കിടക്കയിൽ മൂത്രമൊഴിക്കുന്നതിനുള്ള പരിഹാരങ്ങളിൽ ഏറ്റവും അവസാനം നിർദ്ദേശിക്കുന്ന ഒന്നാണിത്. കൂടാതെ പഞ്ചസാര, കറുവപ്പട്ടാപ്പൊടി എന്നിവയുടെ മിശ്രിതം വെണ്ണയിൽ ചേർത്ത് പൊരിച്ച റൊട്ടിയുടെ മുകളിൽ വിതറി കുട്ടികൾക്ക് നൽകാം. പഴം കുട്ടികൾ രാത്രിയിൽ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നത് കുറയ്ക്കാൻ പഴം സഹായിക്കും. കുട്ടികൾക്ക് ദിവസവും 1-2 പഴം നൽകിയാൽ പ്രശ്നം നല്ല പോലെ കുറയ്ക്കാൻ കഴിയും. ഒരു പഴം പ്രഭാത ഭക്ഷണത്തിനൊപ്പം മറ്റൊരു പഴം രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് നൽകുക. അധികം പഴുത്ത പഴം കുട്ടികൾക്ക് നൽകരുത്. വാൾനട്ട്, ഉണക്കമുന്തിരി കിടക്കുന്നതിന് മുൻപ് കുട്ടിക്ക് 2 ടീസ്പൂൺ വാൾനട്ടും 1 ടീസ്പൂൺ ഉണക്കമുന്തിരിയും നൽകുക. സ്വാദിഷ്ടമായ ഇവ കുട്ടികൾക്ക് ഇഷ്ടമാകും. കുട്ടികളിൽ ഫലം കണ്ടെത്തുന്നത് വരെ ഇത് തുടരണം. പൂന്തേൻ സാധാരണ പഞ്ചസാര ചേർത്ത് ശുദ്ധീകരിച്ചെടുക്കുന്നതാണ് പൂന്തേൻ. കിടക്കുന്നതിന് മുൻപ് 1 ടീസ്പൂൺ പൂന്തേൻ നൽകുന്നത് കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ശീലം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് കുട്ടികളെ സഹായിക്കും. പ്രഭാത ഭക്ഷണത്തിനൊപ്പം പാലിൽ ചേർത്ത് നൽകുന്നതും കുട്ടികൾക്ക് ഫലം നൽകും. ഫ്രൂട്ട് സിഡർ വിനെഗർ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ശീലം നിർത്താൻ ഫ്രൂട്ട് സിഡർ വിനെഗർ ഉപയോഗിക്കാം. 2 ടീസ്പൂൺ വിനെഗർ 1 ഗ്ലാസ് വെള്ളത്തിൽ ചേർക്കുക. എന്ത് കഴിച്ചാലും അതിനൊപ്പം ഈ വെള്ളം കുടിക്കാൻ നൽകുക. എപ്പോഴും